hello. Root of 2401. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്പർ 1 ആണ്. സോ 1 ലാസ്റ്റായിട്ട് വരുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് 1-ൻ്റെയും 9-ൻ്റെയും ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്ത് വെച്ചു. പിന്നെ 4 × 5, കാരണം 24ന് നിയറസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. 16 വരും. ഇപ്പോൾ 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. 20-നേക്കാൾ വലുതാണ് 24. സോ ഇവിടെ 49 ആയിരിക്കും ആൻസർ. വേറെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, റൂട്ട് ഓഫ് 9604. ഇതിലും എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 2ഉം 8ഉമാണ് ലാസ്റ്റ് 4 വരുന്ന സ്ക്വയേഴ്സ്. അപ്പോൾ നിയറസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് 9 × 81 ആണ്. സോ 9 × 10 ചെയ്യാം. അപ്പോൾ 90. 90-നേക്കാൾ വലുതാണ് 96. അപ്പോൾ ഇവിടെ 98 ആയിരിക്കും ആൻസർ. നമ്മൾ 2-ന്നും 8-ന്നും ഏതാണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 3 ഡിജിറ്റിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ രണ്ടായിട്ട് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് 3 ഡിജിറ്റും പിന്നെ 2 ഡിജിറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് ലാസ്റ്റ് നമ്പർ 4 ആണ് വരുന്നത്. സോ 2 or 8 ഇതിലേതാണെന്നാണ് നോക്കുന്നത്. 125ന് നിയറസ്റ്റ് ആയിട്ടുള്ള റൂട്ട് 11 ആണ് വരിക. അപ്പോൾ 11 × നെക്സ്റ്റ് നമ്പർ 12. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 132 ആണ് കിട്ടുക. 132ക്കാൾ ചെറുതാണ് 125 എന്നുള്ളത്. അപ്പോൾ 112 ആയിരിക്കും ആൻസർ. ഓക്കെ, നോക്കി 11 നമ്മൾ ഫിക്സഡ് നമ്പറാണ്. അതിന് 2 or 8 അത് ചൂസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു എക്സാമ്പിളൂടെ നോക്കാം. നോക്കി 60 84. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലാസ്റ്റ് 4, അപ്പോൾ 2 or 8 ആയിരിക്കും. 60ക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള റൂട്ട് 70 ആണ് വരിക. 7 × നെക്സ്റ്റ് നമ്പർ 8, അപ്പോൾ 56. 56-നേക്കാൾ വലുതാണ് നമ്മളുടെ ഗിവൺ ആയിട്ടുള്ള നമ്പർ 60 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 78 ആയിരിക്കും. ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് നിയറസ്റ്റ് റൂട്ട് എടുക്കുക, അതിൻ്റെ കൂടെ ഒരു നമ്പർ കൂട്ടി മൾട്ടിപ്ലൈ ചെയ്യുക, ആ വാല്യൂ നോക്കിയിട്ട് നമ്പർ ചൂസ് ചെയ്യുക.